വാക്ക് വർത്തി ഓഫ് ദ കോളിംഗ്, വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവിൻ. ദൈവം നമ്മെ എങ്ങനെ വിളിച്ചു? നമ്മെ പേർ ചൊല്ലി കർത്താവ് വിളിച്ചു. ദൈവം പേര് പറഞ്ഞു വിളിച്ച ചിലരെ കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ, ഈ സെഷൻസിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദൈവം പേര് പറഞ്ഞു വിളിച്ച ഒരാളെ കുറിച്ചുകൂടെ നമുക്ക് പ്രാരംഭമായി നോക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 4 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ഹല്ലേലൂയ. ദൈവം പേർ ചൊല്ലി വിളിച്ച മറ്റൊരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. ശൗൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമുക്കറിയാം, ഈ ശൗല് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പേര് മാറ്റി പോൾ അല്ലെങ്കിൽ പൗലോസ് എന്ന പേര് സ്വീകരിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹമേൻ, ഈ ശൗലിനെ കർത്താവ് വിളിക്കുന്ന പശ്ചാത്തലം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. യേശുവിന്റെ ശിഷ്യന്മാരെ കൊല്ലുക, അവരെ നശിപ്പിക്കുക, ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടെ യെരുശലേമിൽ ഉപദ്രവം അഴിച്ചുവിട്ട് അതിന് നേതൃത്വം കൊടുത്ത് അനന്തരം അവിടുള്ള ശിഷ്യന്മാർക്ക് വലിയ ഭീതി പരത്തി. ആ ഉപദ്രവത്തെ തുടർന്ന് യെരുശലേമിൽ അപ്പോസ്തലന്മാരൊഴികെയുള്ള മുഴുവൻ പേരും ചിതറിപ്പോയി എന്ന് നാം വായിക്കുന്നു. സഭയ്ക്ക്, യെരുശലേമിലെ സഭയ്ക്ക് ഒരു ഉപദ്രവം നേരിട്ടു. ആ ഉപദ്രവത്തിന് നേതൃത്വം കൊടുത്തത് ഈ ശൗലാണ്. ആ ഉപദ്രവത്തിൽ ആദ്യത്തെ സഭയുടെ രക്തസാക്ഷിയായ സ്തേഫാനോസ് കല്ലെറിയപ്പെട്ട് കൊല്ലപ്പെട്ടു. എന്നാൽ ആ പ്രവൃത്തിക്ക്, അല്ലെങ്കിൽ ആ കൊലപാതകത്തിന്, ആ രക്തസാക്ഷിത്വത്തിന് നേതൃത്വം കൊടുത്തത് ഈ ശൗലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന് അനന്തരം യെരുശലേമിലെ ദൈവജനമെല്ലാം ചിതറിക്കഴിഞ്ഞപ്പോഴേക്കും, അവിടെ അപ്പോസ്തലന്മാരൊഴികെ മറ്റെല്ലാവരും ചിതറിക്കഴിഞ്ഞപ്പോൾ, തന്റെ ലക്ഷ്യം അടുത്ത് ഈ ജനം എവിടെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ക്രൈസ്തവർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ചെന്ന് അവരെ പിടിച്ചു കെട്ടി ഉപദ്രവിക്കുക എന്ന ലക്ഷ്യവുമായിട്ട്, അതിനുള്ള യഹൂദന്മാരുടെ മേലുള്ള മത അധികാരമുള്ള മഹാപുരോഹിതന്റെ പക്കൽ നിന്ന് അതിനുള്ള അധികാരപത്രവും വാങ്ങി ശൗൽ മറ്റൊരു പട്ടണമായ ഡമാസ്കസിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിൽ പോകുന്ന വഴിക്ക് അദ്ദേഹം ദൈവത്താൽ, കർത്താവിനാൽ സന്ദർശിക്കപ്പെടുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പട്ടണത്തിന്റെ ഏകദേശം അടുക്കൽ താനെത്തി. അപ്പോൾ ഇദ്ദേഹം ആ പട്ടണത്തിലേക്ക് വരുന്നു എന്ന വാർത്ത അവിടെ ഉള്ളവരുടെ ചെവിയിലും എത്തി. അവരെല്ലാം ഭയചകിതരായിരിക്കുകയാണ്. ഈ യെരുശലേമിൽ നിന്ന് ചിതറിപ്പോയവരിൽ ചിലർ ചിലപ്പോ ഈ പട്ടണത്തിലും എത്തിയിട്ടുണ്ടാകാം. ഹല്ലേലൂയ. നമുക്ക് ഈ യെരുശലേമിൽ വെച്ചുണ്ടായ ഉപദ്രവത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. വാസ്തവത്തിൽ ദൈവസഭയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഈ ഉപദ്രവം അഴിച്ചുവിട്ടത്. അവർക്ക് ഒരുമിച്ച് കൂടി ഇരിക്കുവാൻ കഴിയാതെ വണ്ണം അവർ ചിതറിപ്പോയി. സാധാരണഗതിയിൽ അങ്ങനെ ചിതറിപ്പോയി കഴിഞ്ഞാൽ അവരെ തുടർന്ന് നേതൃത്വം കൊടുക്കുന്നവരുടെ അടുക്കൽ അവർക്കായിരിക്കാൻ കഴിയാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് സഭയുടെ തുടക്ക സമയമാണ്, ആരംഭമാണ്, കേവലം ശിശുവായിരിക്കുന്ന സഭ എന്ന് വേണമെങ്കിൽ പറയാം. ശൈശവാവസ്ഥയിലുള്ള ഈ സഭ ഇങ്ങനെ ചിതറിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടെ നശിച്ചു പോകേണ്ടതാണ്, ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണ്. യെരുശലേമിലായിരിക്കുന്ന അപ്പോസ്തലന്മാർക്ക് പ്രസംഗിക്കാൻ മുൻപിൽ ജനമില്ല, കേൾക്കാൻ ആളില്ല, അവരെല്ലാം ചിതറിപ്പോയി. ഇന്ന് നമുക്ക് ഈ ടെക്നോളജി ഉണ്ട്. ഞാൻ വീട്ടിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്നു, പല ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഒരുമിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നു. ഹാമേൻ, ഇതൊക്കെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ടെക്നോളജിയാണ്. പക്ഷേ ഇത്രയും സൗകര്യം ഉണ്ടായിട്ടും ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ കഴിയുമായിരുന്നിട്ടും അതിന് മനസ്സ് വരാതെ, അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്താൻ കഴിയാതെ ഉദാസീനരായിരിക്കുന്നവരാണ് ജോയിൻ ചെയ്തവരെക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത് വിഷമമുള്ള കാര്യമാണ്. ഇത് ഇവിടുത്തെ അല്ലെങ്കിൽ നമ്മുടെ മാത്രം സ്ഥിതിയല്ല, ലോകമെമ്പാടുമുള്ള ആൾക്കാരുടെ സ്ഥിതിയാണ്. സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും വർദ്ധിക്കുമ്പോൾ അത് മനുഷ്യനെ കൂടുതൽ മടിയനാക്കും എന്നുള്ളതാണ് പൊതുവെ പറയാറുള്ളത്. എനിവേ, ആത്മീയ കാര്യത്തിലും നമുക്കത് കാണുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വന്ന സമയത്ത് തുടക്കത്തിലൊക്കെ ഉപദ്രവങ്ങൾ അനുഭവിച്ചപ്പോൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, രഹസ്യമായിട്ട് ആരും കാണാതെ ഇരുട്ടിന്റെ മറവൊക്കെ പറ്റി പലയിടത്തും വീടുകളിലൊക്കെ ചെറിയ കൂട്ടായ്മകൾ നടക്കുന്നത് അറിഞ്ഞിട്ട് രഹസ്യമായി ചെന്ന ആൾക്കാരുടെ ഇടയിൽ ചെന്നിരുന്ന്
ദൈവത്തെ സ്തുതിച്ച് ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ചിട്ട് പോന്നിട്ടുള്ള ആ ദിവസങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അന്ന് സ്വാതന്ത്ര്യമില്ലാതിരുന്നപ്പോൾ എത്രത്തോളം ആവേശവും ആഗ്രഹവും കർത്താവിനെ ആരാധിക്കാനും ദൈവജനത്തോടുകൂടെ കൂട്ടായ്മ പങ്കിടാനും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നതുകൊണ്ട് ഇന്നും ലോകത്തിന്റെ പലയിടങ്ങളിലും നമുക്ക് ഇതുപോലെ കൂട്ടായ്മയ്ക്കായിട്ട് വെമ്പൽ കൊള്ളുന്ന, ദൈവവചനം ഒന്ന് കേൾക്കാൻ കൊതിക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ജനമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം എല്ലാവരും ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. സ്തോത്രം. പലയിടങ്ങളിലും, ഇന്ത്യയിൽ പലയിടങ്ങളിലും ഒക്കെ വനത്തിന്റെ ഉള്ളിലും മരച്ചുവടുകളിലും ഒക്കെ ഉപദ്രവ നിമിത്തം ഓടിച്ചെന്ന് അവിടെ ഇരുന്നു കൊണ്ട് കൂട്ടായ്മ പങ്കിടുന്ന ദൈവജനത്തെക്കുറിച്ച് നാം ദിനം പ്രതി കേൾക്കുന്നതും നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാതെ, നഷ്ടപ്പെടുത്തി കളയാതെ അധികമായി കൂട്ടായ്മയിലും കർത്താവിനും മഹത്വത്തിനും വർദ്ധിച്ചു വരുവാൻ നമ്മെ ഒന്നുകൂടെ ഈ അനുഭവങ്ങൾ ചിന്തിപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ ഓർപ്പിച്ചത്, യെരുശലേമിലെ സഭ, ശൈശവാവസ്ഥയിലുള്ള സഭ നശിച്ചു പോകേണ്ടതാണ്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ ചിതറിപ്പോയവർ ചെന്നിടത്തെല്ലാം അവർക്കറിയാവുന്ന നിലയിൽ സുവിശേഷം അറിയിച്ചു. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും സുവിശേഷം പറയാനായിട്ട് നമ്മൾ മടിക്കുന്നതിന്റെ കാരണം നമുക്ക് അറിവ് കുറവാണെന്നുള്ളതാണ്. ലോജിക്കലി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പലരുടെയും ആർഗ്യുമെന്റിന്റെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ചിന്ത. ആമേൻ. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ചിന്ത എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് എന്താണോ ദൈവം നമ്മെ ഇതുവരെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവവചനം പങ്കിടുക, സുവിശേഷം പങ്കിടുക. നമ്മുടെ വാക്ചാതുരിയിലോ അറിവിലോ ഒന്നുമല്ല ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നത്. അത് ദൈവശക്തിയുടെ പ്രദർശനത്തിലാണ്. ദൈവവചനം പറയുമ്പോൾ ആ ശക്തിയാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. ദൈവശക്തി തിരുവെഴുത്തുകളെ പ്രസ്താവിക്കുന്ന എല്ലായിടത്തും വെളിപ്പെടും. ഈ പ്ലാറ്റ്ഫോമിൽ അത് വെളിപ്പെടുന്നത് പോലെ എല്ലായിടത്തും ആരോടൊക്കെ ദൈവവചനം പറയുന്നോ അതിന്റെ മഹത്വവും ശക്തിയും ആ ദൈവവചനം വെളിപ്പെടുത്തും. ആകയാൽ നമുക്കറിയാവുന്ന, നാം ഗ്രഹിച്ചിരിക്കുന്ന, പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം നാം സുവിശേഷം അറിയിച്ചാൽ മതി, പങ്കിട്ടാൽ മതി. ദൈവം ആണ് അത്ഭുതങ്ങളെ ചെയ്യുന്നത്. ദൈവമാണ് ആത്മാക്കളെ നേടുന്നത്. ഇങ്ങനെ ചിതറിപ്പോയവർ ചെന്നിടത്തെല്ലാം സുവിശേഷം അറിയിച്ചു. അവിടെ എല്ലാം സഭകളുണ്ടായി, കൂട്ടായ്മകളുണ്ടായി. ഒരു ചരിത്രകാരൻ ചരിത്രകാരന്മാർ പറയുന്നത് റോമ നഗരത്തിൽ വരെ ഇങ്ങനെ ചിതറിപ്പോയവർ ചെന്ന് സുവിശേഷം അറിയിച്ചു എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ചിതറിക്കപ്പെട്ടവർ ചെന്നിടത്തെല്ലാം സുവിശേഷം അറിയിച്ചു. ഇപ്പോൾ ഈ ശൗല് അങ്ങനെ ചിതറിപ്പോയവരെ അവിടെയും വിടുകയില്ല എന്ന് പറഞ്ഞ് പിന്തുടർന്ന് ചെന്നവരെ ആക്രമിക്കുവാൻ വേണ്ടി, അവരെ ഉപദ്രവിക്കുവാൻ വേണ്ടി ഡമാസ്കസ് പട്ടണത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. പക്ഷേ ആ പട്ടണത്തിന്റെ അടുക്കലെത്തുമ്പോൾ നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ പട്ടണങ്ങൾ മതിലുകൾ കെട്ടി സംരക്ഷിച്ചിരുന്നു. പല പട്ടണങ്ങൾക്കും കോട്ടകൾ ഉണ്ടായിരുന്നു. നമുക്ക് കാണാം, രാജനഗരങ്ങൾക്ക്, പ്രത്യേകിച്ച് തലസ്ഥാന നഗരങ്ങൾക്കൊക്കെ കോട്ടകൾ പണിയപ്പെട്ടിരുന്നു, മതിലുകൾ കെട്ടി സംരക്ഷിച്ചിരുന്നു. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോഴും എരിഹോ കോട്ട അങ്ങനെയുള്ള ഒരു കോട്ടയാണ്. എരിഹോ മതിൽ അങ്ങനെ ഒരു മതിലാണ്. ദാവീദ് സിയോൻ കോട്ട പണിതു എന്ന് നമ്മൾ കാണുന്നുണ്ട്. യെരുശലേമിന്റെ നഗരത്തിന്റെ മതിൽ കെട്ടുകൾ ഇപ്പോഴും, അതിന്റെ ശേഷിപ്പുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കിഴക്കേ ഗേറ്റ് ഉൾപ്പെടുന്ന മതിൽ അതുപോലെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പട്ടണങ്ങൾ പണ്ട് കാലങ്ങളിൽ മതിലോ അല്ലെങ്കിൽ കോട്ടകളോ കെട്ടി സംരക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു കവാടം, ഒന്നോ അതിലധികമോ വാതിലുകൾ കാണും, ഗോപുരങ്ങൾ കാണും, വാതിലുകൾ കാണും, ഗേറ്റുകൾ കാണും. അങ്ങനെ ഈ ദമസ്കോസ് പട്ടണത്തോട് അടുക്കുമ്പോൾ, ആ പട്ടണവാതിലിനോട് അടുക്കുമ്പോൾ അവിടെ വെച്ച് ദൈവം, അല്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ ശൗലിനെ സന്ദർശിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവന്റെ ചുറ്റും ഒരു വെളിച്ചം മിന്നി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ശൗൽ തന്നെ, അല്ലെങ്കിൽ പൗലോസ് തന്നെ പിൽക്കാലത്ത് ഇതേക്കുറിച്ച് പറയുന്നത്, സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന ഒരു പ്രകാശം തനിക്ക് കാണുവാൻ കഴിഞ്ഞു, തനിക്ക് മിന്നി വിളങ്ങി എന്നാണ് അദ്ദേഹം തന്നെ തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. അപ്പോൾ സൂര്യപ്രകാശത്തെ വെല്ലുന്ന പ്രഭയോടുകൂടെ ശൗലിന് വെളിപ്പെട്ടുകൊണ്ട് ഒരു ശബ്ദം തന്റെ കാതുകളിൽ അലയടിക്കുകയാണ്. തന്റെ പേർ ചൊല്ലി വിളിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ശബ്ദം. ഹല്ലേലൂയ. ഇത് യേശു കർത്താവാണെന്ന് അപ്പോൾ തനിക്ക് മനസ്സിലായില്ല. പക്ഷേ താൻ പിന്നാലെ പറയുന്നുണ്ട്, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുന്നത് 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശൗലിന് മനസ്സിലായി, ഇത് തന്റെ മേൽ അധികാരം ചെലുത്തുവാൻ, സ്വാധീനം ചെലുത്തുവാൻ, തന്റെ മേൽ കർത്തൃത്വം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരുവനാണ്. അതുകൊണ്ടാണ് ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? എന്നെ കീഴ്പ്പെടുത്താൻ
എന്നെ എന്നോട് കൽപ്പിക്കാൻ ആരുമില്ല, ഞാൻ സകലത്തിന്റെയും മുകളിലാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഏതൊരു ക്രൈസ്തവനെയും പിടിച്ചു കെട്ടാനുള്ള അധികാരപത്രം കയ്യിലേന്തിക്കൊണ്ട് പോകുന്ന ശൗലിന് മനസ്സിലായി, എന്റെ മേൽ അധികാരമുള്ള, എന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരുവൻ മുകളിൽ ഉണ്ടെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. അതുകൊണ്ടാ ശൗല് തിരിച്ചു പ്രതിവചിക്കുന്നത്, ആമേൻ, നീ ആരാകുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇതുപോലെ നമുക്കും വിശ്വാസത്തോടെ അവകാശം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവജനത്തെ തടയുന്നവർ, ദൈവജനത്തെ ഉപദ്രവിക്കുന്നവർ, സുവിശേഷത്തിന് തടസ്സമുണ്ടാക്കുന്നവർ, സുവിശേഷ പ്രവർത്തനത്തിന്റെ വാതിലുകൾ അടച്ചു വെച്ചിരിക്കുന്നവർ, അവരോട് ദൈവം സംസാരിക്കുവാൻ, കർത്താവ് അവരെ പേർ ചൊല്ലി വിളിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ ശൗലിനെ ദൈവത്തിന് പേർ ചൊല്ലി വിളിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ ദൈവത്തിന് പേർ ചൊല്ലി വിളിക്കാൻ പറ്റത്തില്ല? ഹല്ലേലൂയ. നമ്മുടെ പട്ടണത്തിലെ ചിലരെ ദൈവത്തിന് പേർ ചൊല്ലി വിളിക്കാൻ പറ്റത്തില്ലേ? സ്തോത്രം. ദൈവജനത്തെ ഉപദ്രവിക്കുന്ന മതമേധാവികളെ ചില ആദർശങ്ങളുടെ പേരിൽ ഗൂഢാലോചനകളൊക്കെ നടത്തി ദൈവജനത്തിനെതിരെ തന്ത്രങ്ങൾ ചമച്ച് അവരെ ഉപദ്രവിക്കുന്നവരെ യേശുവിന് പേർ ചൊല്ലി വിളിക്കാൻ കഴിയത്തില്ലേ? തീർച്ചയായിട്ടും കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവജനത്തെ അവഹേളിച്ച, നിന്ദിച്ച സുവിശേഷ പ്രതികൾ കയ്യിൽ കിട്ടുമ്പോൾ, പുതിയ നിയമം കയ്യിൽ കിട്ടുമ്പോൾ അതിനെ വലിച്ചു കീറിക്കളഞ്ഞ സാധു സുന്ദർ സിംഗ് തന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യാനുള്ള ഒരുക്കത്തോടെ ആയിരിക്കുന്ന ഒരു ദിവസം തന്റെ അടഞ്ഞുകിടന്ന മുറിക്കുള്ളിലേക്ക് ഒരു പ്രകാശ രൂപം കടന്നു വരുന്നത്, പ്രകാശത്തിന്റെ പ്രകാശ വലയമുള്ള അല്ലെങ്കിൽ പ്രകാശം പൊതിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി കടന്നു വരുന്നത്, തേജോമയനായ ഒരു വ്യക്തി കടന്നു വരുന്നത് താൻ കാണുകയാണ്. കേവലം ദർശനമല്ല, അക്ഷരാർത്ഥത്തിൽ താൻ കാണുകയാണ്. ആ പ്രകാശം കൊണ്ട് തന്റെ മുറി മുഴുവനും നിറഞ്ഞിരിക്കുന്നത് ഈ സുന്ദർ സിംഗ് കാണുകയാണ്. ഹല്ലേലൂയ. അന്ന് അകത്തേക്ക് വന്ന ആ തേജോ രൂപിയുടെ കൈകളിൽ തനിക്ക് മുറിവുകൾ, പഴുതുകൾ തനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. അദ്ദേഹത്തോട് പറഞ്ഞു, നീ യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരണം, എന്റെ മുന്നിൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിച്ചില്ലേ? ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടാ ഞാൻ നിന്റെ മുറിയിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ മറ്റാരുമല്ല, നീ നിന്ദിച്ച, നീ അവഹേളിച്ച, നീ വചനങ്ങൾ വലിച്ചു കീറിക്കളഞ്ഞ വചനത്തിന്റെ ഉടമസ്ഥനായ യേശു ക്രിസ്തുവാണ് ഞാൻ. ഹല്ലേലൂയ. നിനക്ക് നിന്റെ മത പശ്ചാത്തലത്തിൽ ഗുരുവിനെ നിനക്കറിയാം. ഗുരുനാനാക്കാണ് സിഖ് മതത്തിന്റെ സ്ഥാപകനും അവര് ബഹുമാനിക്കുന്ന, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ് ബഹുമാനിച്ച് ഫോളോ ചെയ്യുന്നത്. പറഞ്ഞു, യഥാർത്ഥത്തിൽ നിന്റെ ജീവിതത്തിന്റെ ഗുരുനാഥനായിരിക്കുവാൻ, റബ്ബിയായിരിക്കുവാൻ, എന്നേക്കും നിന്റെ ജീവിതത്തിന്റെ ഗുരുനാഥനായിരിക്കുവാൻ ഞാൻ കടന്നു വന്നിരിക്കുന്നു. അന്ന് സാധു സുന്ദർ സിംഗിന്റെ ജീവിതത്തിന് രൂപാന്തരം വന്നു. സുന്ദർ സിംഗ് സാധു സുന്ദർ സിംഗ് ആയി മാറി. ഒരു സിഖ് മതത്തിലെ സാധുവാകുവാൻ കഴിയുമായിരുന്ന താൻ അന്നു മുതൽ യേശുവിന് വേണ്ടി, സാധു എന്ന് പറഞ്ഞാൽ സന്യാസ ജീവിതം നയിക്കാൻ താൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. അങ്ങനെ സന്യാസി വര്യനായി, യേശു ക്രിസ്തുവിന്റെ സന്യാസിയായി അദ്ദേഹം തന്റെ ജീവിതകാലം മുഴുവനും സുവിശേഷം അറിയിച്ചു. യൂറോപ്പിലൊക്കെ കടന്നുപോയി. കിഴക്കിന്റെ അപ്പോസ്തലൻ എന്നൊക്കെ അദ്ദേഹത്തെ അപരനാമത്തിൽ വിളിക്കപ്പെട്ട് അദ്ദേഹത്തിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത സന്ദേശങ്ങൾ പങ്കുവച്ചു. ടിബറ്റില് നിരന്തരം യാത്ര ചെയ്ത് അനേകരെ കർത്താവിങ്കലേക്ക് ആനയിച്ചു. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ശൗലിനെ സന്ദർശിച്ച, പേർ ചൊല്ലി വിളിച്ച യേശു കർത്താവിന് സാധു സുന്ദർ സിംഗിന്റെ മുറിയിലേക്ക് അടഞ്ഞുകിടന്ന വാതിലുകൾ, അടഞ്ഞുകിടന്ന ജനാലകൾ, ആ അടഞ്ഞുകിടന്ന മുറിക്കുള്ളിലേക്ക് പ്രകാശരൂപിയായി കടന്നിയെന്ന് സന്ദർശിച്ച് സംസാരിച്ച യേശു ക്രിസ്തുവിന് നമ്മുടെ കുടുംബത്തിലെ ചിലരെ സന്ദർശിക്കാതിരിക്കാൻ യാതൊരു തടസ്സങ്ങളുമില്ല. സന്ദർശിക്കാൻ ഒരു തടസ്സങ്ങളുമില്ല. ഹല്ലേലൂയ. സന്ദർശിക്കാതിരിക്കാൻ യാതൊരു കാര്യങ്ങളുമില്ല. കർത്താവിന് അവരെ സന്ദർശിക്കാൻ കഴിയും, അവരെ പേർ ചൊല്ലി വിളിക്കുവാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനയിൽ അങ്ങനെ നമുക്ക് പറഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ കുടുംബത്തിലെ ഈ വ്യക്തിയെ, എന്റെ ഭവനത്തിലെ ഈ വ്യക്തിയെ, എന്റെ സമൂഹത്തിലെ ആ വ്യക്തിയെ അങ്ങ് പേർ ചൊല്ലി വിളിച്ച് സന്ദർശിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായി ശൗലിനെ പേർ ചൊല്ലി വിളിച്ച കർത്താവ്. ഈ അധ്യായത്തിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റൊരാളെ കൂടെ കർത്താവ് പേർ ചൊല്ലി വിളിക്കുന്നത് കാണാം. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ
ഇങ്ങനെ നമ്മൾ കാണുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ, അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. സോറി, നോക്കൂ, ശൗലിനെ പേർ ചൊല്ലി വിളിച്ച അതേ കർത്താവ് ആ പട്ടണത്തിൽ തുടർന്ന് ഈ ശൗൽ ചെന്ന് അതിന്റെ ഒരു സ്ട്രീറ്റിലെ ഒരു വീട്ടിൽ കണ്ണ് കാണാത്തവനായി യേശുവിന്റെ ആ തേജസ് പ്രകാശം കണ്ടപ്പോ തന്റെ കണ്ണുകൾ മങ്ങിപ്പോയി, കാഴ്ച നഷ്ടപ്പെട്ടു. ആ അന്ധനായി മുട്ടുമടക്കി 3 ദിവസങ്ങളായി ആഹാരം കഴിക്കാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശൗലിനെ കുറിച്ച് ആ പട്ടണത്തിലുള്ള ഒരു ക്രിസ്ത്യാനിയായ അനന്യാസിന് കർത്താവ് പേർ ചൊല്ലി വിളിച്ച് വെളിപ്പാട് കൊടുക്കുകയാണ്, ദർശനം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നോക്കൂ, ശൗലിനെ വിളിച്ച അതേ കർത്താവ് ആ പട്ടണത്തിലെ മറ്റൊരു ക്രിസ്ത്യാനിയായ അനന്യാസിനെ വിളിക്കുന്നു. അനന്യാസ് പേടിച്ചിരിക്കുക. ശൗല് യെരുശലേമിൽ നിന്ന് എന്നെ ഉൾപ്പെടെ ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ ഈ പട്ടണത്തിലേക്ക് വരുന്നുണ്ട് എന്ന് കേട്ട് പേടിച്ചിരിക്കുകയാണ്. എന്നാൽ ആരെക്കുറിച്ച് കേട്ട് പേടിച്ചിരിക്കുന്നോ അതേ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് അവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് പേര് വിളിച്ച് അനന്യാസിന് നിയോഗം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഓർപ്പിക്കട്ടെ, ആരെയെങ്കിലും സുവിശേഷ നിമിത്തം പേടിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നമുക്ക് നിയോഗം തന്ന് അയക്കുന്ന നാളുകൾ മുന്നിലുണ്ടെന്ന് വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം പേർ ചൊല്ലി വിളിക്കുന്നത് ചില നിയോഗങ്ങളുമായി ചില വ്യക്തികളുടെ അടുക്കലേക്ക് കടന്നു എന്ന് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇവിടെ ഈ ദമസ്കോസിൽ ഒരു അപ്പോസ്തലൻ ഇല്ല കൈവച്ച് പ്രാർത്ഥിക്കാൻ ചെല്ലാനായിട്ട്. കാരണം അവരൊക്കെ യെരുശലേമിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ വീട്ടുതടങ്കൽ എന്ന പോലെ കഴിയുകയാണ്. കാരണം അവിടെ ഭയങ്കര ഉപദ്രവം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുവിശ്വാസികളിൽ എല്ലാവരും ചിതറിപ്പോയിരിക്കുകയാണ്. ഈ പട്ടണത്തിൽ മറ്റൊരു അപ്പോസ്തലനെ കാണാൻ കഴിയുന്നില്ല. നോക്കൂ, ഒരു ശിഷ്യൻ, ഹല്ലേലൂയ, അനന്യാസ് എന്ന ഒരു ശിഷ്യൻ. ആമേൻ. ഞാൻ ഓർപ്പിക്കട്ടെ, ചില ആമേൻ നമുക്ക് പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത പരിമിതമായ സാഹചര്യങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി, തന്റെ നാമമഹത്വത്തിന് വേണ്ടി ചില ശിഷ്യന്മാരെ ദൈവാലോചനയുമായി, ദൈവിക ദൂതുമായി, പുതു ശുശ്രൂഷകളുമായി എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുമ്പോൾ ആ പട്ടണത്തിൽ നിന്ന് തന്നെ കർത്താവ് ഒരുവനെ നിയോഗം നൽകി, ദർശനം നൽകി, വെളിപ്പാട് നൽകി അയക്കുകയാണ്, തെരഞ്ഞെടുത്ത് ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ആമേൻ, പ്രമുഖരായ പ്രശസ്തരായ പലർക്കും, പല ദൈവദാസന്മാർക്കും കടന്നു ചെല്ലാൻ, കടന്നു വരാൻ കഴിയാത്ത സാഹചര്യങ്ങൾക്കുള്ളിലായിരിക്കുന്ന ഇടത്തും കർത്താവിന് ചിലരെ ശുശ്രൂഷയുമായി, പുതു ശുശ്രൂഷയുമായി എഴുന്നേൽപ്പിച്ച് ശൗലിനെ കർത്താവിങ്കലേക്ക്, ആമേൻ, ആ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളും പ്രതീക്ഷിക്കണം, എപ്പോഴാ പേര് വിളിക്കുന്നതെന്ന് അറിയത്തില്ല, റെഡിയായിരുന്നോളാം. ആമേൻ. കർത്താവ് എപ്പോ പേര് വിളിച്ചാലും, അനന്യാസ് ഇവിടെ പറയുന്നുണ്ട്, കർത്താവെ, ആ മനുഷ്യൻ യെരുശലേമിൽ എല്ലാവർക്കും വലിയ ഉപദ്രവം ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയാണെന്നും കേട്ടു. കർത്താവ് പറയുക, നീ ചെല്ല്, അവനെ ജാതികളുടെ നടുവിൽ ഒരു മാനപാത്രമായി, എന്റെ നാമത്തിന് വേണ്ടി ഒരു പാത്രമായി ഉപയോഗിക്കാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കൂ, ആമേൻ, എന്തെല്ലാം സംഭവങ്ങളാ നാം അറിയാതെ, അല്ലെങ്കിൽ ഈ 2 വ്യക്തികൾ തമ്മിൽ അറിയാതെ അവിടെ എല്ലാം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനന്യാസ് ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്, വൈകാതെ ശൗൽ ഇവിടെ എത്തും, ഉപദ്രവം ഉണ്ടാകും. എന്നാൽ ദൈവം എന്താ ചെയ്തത്? വഴിക്ക് വെച്ചവനെ നേരിട്ടു, അല്ലെങ്കിൽ അവനുമായിട്ടൊരു എൻകൗണ്ടർ നടത്തി, അവനെ രൂപാന്തരപ്പെടുത്തി. ഇപ്പൊ മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് നീ എന്ത് പറയുന്നു അതനുസരിക്കാൻ ഞാൻ റെഡിയായിക്കൊണ്ടിരിക്കുക, തയ്യാറായിരിക്കുക. ഇത് അനന്യാസ് അറിഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് അറിഞ്ഞില്ലെങ്കിലും നാം ഇന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് അന്തരീക്ഷത്തിൽ, ആത്മമണ്ഡലത്തിൽ ദൈവം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, പരിഹാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അത് അറിയുന്നത്, ചിലപ്പോൾ 30 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അത് അറിയുന്നത്. എന്നാൽ മാറ്റങ്ങൾ ദൈവം വരുത്തിയിട്ടുണ്ട്, അത്ഭുതം കർത്താവ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വസിച്ചാട്ടെ, ഏത് വിഷയമാണോ നാം ഭാരപ്പെട്ട് കരഞ്ഞ് ദൈവം മുമ്പാകെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്, ആ വിഷയത്തിന് ദൈവം പരിഹാരം അയച്ചു. വിശ്വാസത്തോടെ നമുക്ക് ആമേൻ പറയുവാനായിട്ട് കഴിയട്ടെ. ഹല്ലേലൂയ. പേർ ചൊല്ലി വിളിച്ച് ആ വിഷയത്തിന്റെ പരിഹാരം നേരിട്ട് കാണാൻ കർത്താവ് നമ്മെ അയക്കാൻ പോവുകയാണ്.
ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് ഈ ദൈവാലോചന ഏറ്റെടുക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് ചുരുക്കുകയാണ്. കർത്താവ് ശൗലിനെ പേർ ചൊല്ലി വിളിച്ചു, അനന്യാസിനെ പേർ ചൊല്ലി വിളിച്ചു. ഉപദ്രവിക്കുന്നവനെ പേർ ചൊല്ലി വിളിച്ചു. ഉപദ്രവം നേരിടാൻ തയ്യാറായി അല്ലെങ്കിൽ ഭയത്തോടെ ഇരിക്കുന്നവനെയും പേർ ചൊല്ലി വിളിച്ചു. ഹല്ലേലൂയ. രണ്ട് വിളിയുടെയും പരിണിത ഫലം നമ്മൾ കാണുന്നു. ശൗൽ എന്ന ആ പൗലോസ് ദൈവസഭയുടെ ചരിത്രം കണ്ട ഏറ്റവും വലിയ മിഷണറി എന്ന് വേണമെങ്കിൽ കർത്താവാണ്, യേശുക്രിസ്തുവാണ് ഏറ്റവും വലിയ മിഷണറി. ദൈവ ലോകത്തിലേക്ക് തന്റെ ഏകജാതനായ പുത്രനെ അയച്ചു. അത് കഴിഞ്ഞാൽ ദൈവസഭയുടെ ചരിത്രം കണ്ട ഏറ്റവും വലിയ മിഷണറിയായി ദൈവം നിയോഗിച്ച, തെരഞ്ഞെടുത്ത, ഉപയോഗിച്ച ശൗലിനെ, ഹല്ലേലൂയ, ആ പൗലോസാക്കി മാറ്റിയ ശൗലിന്റെ പേർ ചൊല്ലി വിളിച്ച കർത്താവിന് ഇന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും പലയിടങ്ങളിലും ഇതുപോലെ ചിലരെ കർത്താവ് പേർ ചൊല്ലി വിളിക്കുവാൻ പോവുകയാണ്. ചില ദേശങ്ങളുടെ രൂപാന്തരത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ പോകുന്ന, രാജ്യങ്ങളുടെയും പട്ടണങ്ങളുടെയും രൂപാന്തരത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ പോകുന്ന ചിലരെ കർത്താവ് പേർ ചൊല്ലി വിളിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥനയൊന്നും വെറുതെ അല്ല. രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, പട്ടണങ്ങൾക്ക് വേണ്ടി, സുവിശേഷകന്മാർക്ക് വേണ്ടി, മിഷണറിമാർക്ക് വേണ്ടിയൊക്കെ, ഉപദ്രവിക്കപ്പെടുന്നവർക്ക് വേണ്ടിയൊക്കെ നാം പ്രഭാതത്തിലും ഇതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന വേളകളിലും ഒക്കെ കരയുന്നത്, നിലവിളിക്കുന്നത് വെറുതെയല്ല. ദൈവകരം ചലിക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് ദൈവപ്രവൃത്തിക്കായി ഒരുങ്ങാം, അതിനായിട്ട് കാത്തിരിക്കാം.